ഹായ് ഗൈസ്, ഞങ്ങളങ്ങനെ ചെട്ടുളങ്ങരയിൽ നിന്ന് പ്രിയദർശിനിയിൽ ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടി കയറി. ഇടയ്ക്കും ഞങ്ങളൊരു കൂട്ടുകാർ വരാനുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പിലായിട്ട് പ്രിയദർശിനി കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ആലപ്പുഴ ചെന്ന് ഇറങ്ങി ഞങ്ങൾ നടക്കുകയാണ്. മുഹമ്മയ്ക്ക് പോകാനുള്ള ബസ് കയറാൻ വേണ്ടി ഞങ്ങളങ്ങ് നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. കുറച്ച് നടന്ന് ഞങ്ങളങ്ങനെ മുഹമ്മയിൽ ബസ് കയറി. ഞങ്ങളങ്ങനെ മുഹമ്മയിലെത്തി. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഈ പാതിരാമണൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലോട്ട്. അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ഓരോരോ കലാപരിപാടികളായിരുന്നു. കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പുതിയ ട്രെൻഡ്, പുതിയതല്ല പഴയ ട്രെൻഡ് പിടിച്ച്. പിന്നെ ഞങ്ങളുടെ ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ രസമായിരുന്നു. ബോട്ടിലെ ചേട്ടന്മാർ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുമായിരുന്നു. കുറേ പാട്ടൊക്കെ ഇട്ട് തന്നു. ആ പാട്ടിനകത്ത് ഇവർ ഗായികരായതുകൊണ്ട് ഇവർക്ക് പാടാൻ അറിയാമായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. നല്ല രസമായിരുന്നു. ഒരേ സമയത്ത് 10 പേർക്കാണ് മിനിമം പോകാൻ പറ്റുന്നത്. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളായിരുന്നു, വേറൊരു ഫാമിലിയും ഉള്ളായിരുന്നു. ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി. രണ്ട് പാതിരാമണലിൽ ചെന്ന് 20 മിനിറ്റത്തെ യാത്ര. അവിടെ നിന്ന് പാതിരാമണലിൽ ഇറങ്ങി നടന്ന് അവിടെ ഒരു കടയൊക്കെ ഉണ്ട്. കടയിൽ നിന്ന് 1 മണിക്കൂർ നമുക്ക് സമയം അവിടെ പാതിരാമണലിൽ ചെന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അവിടെ കുറച്ച് കളിക്കാനൊക്കെ പറ്റും. ഞങ്ങളുടെ കുട്ടിത്തമരത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാനൊക്കെ സ്ഥലം കിട്ടി. കുറേ കളിക്കാൻ സ്ഥലമുണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും. അങ്ങനെ സ്ഥലമൊക്കെ കിട്ടി. പിന്നെ കുറേ നടന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു. ചുമ്മാ പോസൊക്കെ ചെയ്ത് നടന്ന് രസമായിരുന്നു. 1 മണിക്കൂർ പോയതൊന്നും പെട്ടെന്നായിരുന്നു, ഭയങ്കര ഫാസ്റ്റായിരുന്നു. കുറേ ഉണ്ട് കളിക്കാൻ. പ്രായമൊക്കെ മറന്ന് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അങ്ങനെ രസമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും കുട്ടിത്തൊക്കെ കാണാൻ പറ്റി. പിന്നെ ട്രീ ഹൗസൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ രസം അങ്ങനെയൊക്കെ ചെയ്തു. ഞങ്ങൾ 5 പേരാണ് പോയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് കൊടുത്ത് രസമായിരുന്നു. ഇതാ കണ്ടോ, ഞങ്ങളുടെ കുട്ടിത്തമുള്ള ഒരാൾ ചെയ്യുന്നുണ്ടോ. ഇങ്ങനെ കുറേ ഉണ്ട്. ഓരോരുത്തർ കുട്ടിത്തങ്ങൾ വെളിയിൽ ഇറക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കൈകൊട്ടാൻ ഇരുന്നു. കണ്ടോ, ആർമിക്കാരുടെ പോലത്തെ ട്രെയിനിങ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞ് അതിൻ്റെ ഇതൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. രസമായിരുന്നു. ധൈര്യമില്ലെന്ന് പറഞ്ഞാൽ അവൾ താഴെ ഇറങ്ങി. പക്ഷേ എല്ലാവരും പിന്നെയും കേട്ടിലായിരുന്നു. കുറേ തവണ അത് കയറി ഇറങ്ങി കാണുന്നത് ശരിക്കും വട്ടാണ്. അത്രമാത്രം ഞങ്ങൾ എൻജോയ് ചെയ്തു. കുറേ നാളത്തെ ആഗ്രഹം ഞങ്ങളിപ്പോൾ അങ്ങ് സബലീകരിച്ചു. പിന്നെ കാണുന്നത് എന്ത് ശരിക്കും ഞങ്ങളപ്പോൾ ചിന്തിച്ചില്ല. അങ്ങ് എൻജോയ് ചെയ്ത്. കുഞ്ഞു കുട്ടികളുടെ ഇതിലൊക്കെ കയറി ആടി. നിറച്ച് വെള്ളമായിരുന്നു. പക്ഷേ അതൊക്കെ തുടച്ച് ചെയ്ത് പിന്നെ 1 മണിക്കൂറപ്പോഴത്തേക്ക് ആയി. അപ്പോഴത്തേക്ക് ഞങ്ങളെ ബോട്ടിലെ ചേട്ടൻ വിളിച്ച് തിരിച്ച് നടക്കുന്ന വഴിയൊക്കെ കണ്ടോ, ഭയങ്കര പച്ചപ്പാണ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്ന സ്ഥലമായിരുന്നു. പിന്നെ കുറച്ച് ഓട്ടവും ചാട്ടമൊക്കെ ചെയ്ത് നോക്കി. രസമായിരുന്നു ആ സമയങ്ങൾ. അവിടുന്ന് പോകാനേ തോന്നുന്നില്ല, അത്രമാത്രം രസമായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വരുന്ന വഴി അഭിപ്രായമൊക്കെ ചോദിച്ച് അടുത്ത് ഞങ്ങൾ കഴിക്കാൻ പോവാം, ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ പോകാൻ പ്ലാൻ. അങ്ങനെ പാതിരാമണൽ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മുഹമ്മയിലോട്ട് നടന്ന് ബസ് കയറി അങ്ങ് പോയി. കുറേ ഫോട്ടോ ഒക്കെ എടുത്തു.